ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ത്യ PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാസങ്ങളാണ് അടുത്ത നവംബർ ഡിസംബർ അല്ലെ. ഇപ്പൊ ഈ 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ വരാൻ പോകുന്നത് വന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി നോട്ടിഫിക്കേഷൻസ് നമുക്കറിയാം. ഇപ്പം ഏകദേശമല്ല, കൃത്യമായി പറഞ്ഞാൽ 11 ഡിഗ്രി യോഗ്യതയുള്ള വിജ്ഞാപനങ്ങൾ ചേർത്തിട്ട് 2026 അടുത്ത ഡിഗ്രി പ്രിലിംസ് വരാൻ പോവാണ് അല്ലെ. 2026 2026 അടുത്ത ഡിഗ്രി പ്രിലിംസ് വരാൻ പോവുകയാണെ അതിൽ 11 നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ 11 ഡിഗ്രി യോഗ്യതയുള്ള 11 നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഓരോന്ന് കൃത്യമായി പരിശോധിക്കാം. എന്താ നോക്കണേ, ഞാൻ ഓരോന്ന് കൃത്യമായിട്ട് എഴുതാം. അതിൽ ആദ്യ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കൂ, എന്തായിരുന്നു അതിന്റെ പേര്? 17/2025 അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ SPCID എന്ന ആദ്യ പോസ്റ്റ് ഓൾറെഡി നമ്മൾ അയച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ മാസമായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്, സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേഡീസിനും അയക്കാൻ കഴിയുമായിരുന്നു. കേരള പോലീസിലേക്കാണെങ്കിലും പ്രത്യേകിച്ച് ഫിസിക്കൽ ഇല്ല, മെഡിക്കൽ ഇല്ല, കണ്ണ് പ്രശ്നമല്ല, ഓഫീസ് പോസ്റ്റ് ആണ്. 10 to 5 പക്ക ഓഫീസ് ടൈമാണ്. പക്ഷെ അതിന്റെ ഒരു എന്താ പറയുക, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് CPOന്റെ സാലറിയാണ്. അപ്പം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എങ്കിലും സാലറി SIന് സമാനമല്ല. പകരം CPOന്റെ ശമ്പള സ്കെയിലായിട്ട് 31 ബേസ് കൊടുത്തിരിക്കുന്നത്. 31,000 ബേസ് കൊടുത്തിരിക്കുന്നത്. 31,100 അതാണ് CPOന്റെ ബേസ്. 31,100 ബേസ് ആയി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ആ പോസ്റ്റിനുള്ള, ബാക്കിയെല്ലാം പക്കയാണ്. അടുത്ത മുന്നോട്ട് 36, 39 അയക്കാനും കഴിയുമായിരുന്നു. അടുത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 187/2025 അടിസ്ഥാനമാക്കി കേരള PSC വിളിച്ചിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ലേഡീസിന് വഹിക്കാൻ കഴിയുമായിരുന്നു. കാരണം 2016 വരെ എക്സൈസ് ഇൻസ്പെക്ടർ ലേഡീസിന് അയക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ 16 ശേഷം വിളിക്കുന്ന എല്ലാ വിജ്ഞാനത്തിലും ലേഡീസ് ക്യാൻസൽ, ലേഡീസിന് വഹിക്കാൻ കഴിയും. ഡിഗ്രി ആയിരുന്നു ക്വാളിഫിക്കേഷൻ, അയച്ചിട്ടുണ്ടാവണം, സമയം കഴിയും. അതിന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അടുപ്പിച്ചായിരുന്നു വിളിച്ചിരുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ക്യാറ്റ് ആയിരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിരുന്നു. കേരളയെ അതും എനി ഡിഗ്രി ക്യാൻസൽ, ഡിഗ്രി ഉള്ള ആർക്കും സെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം നിലവിൽ PSC വെബ്സൈറ്റിൽ ആക്റ്റീവ് ആണ്. കാറ്റഗറി നമ്പർ 382/2025 അടിസ്ഥാനമാക്കി വിളിച്ചിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഇപ്പോൾ കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ടാണ് വിജ്ഞാപനം. ഒന്നേതാ? KSFE, KCB. അപ്പൊ KSFE, KCB എല്ലാം അടങ്ങുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 382/2025. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇവിടേക്ക് നോക്കണേ, 383/2025. അതും കമ്പനി ബോർഡ് തന്നെയാണ്. പക്ഷെ ഓർഗനൈസേഷനിൽ വ്യത്യാസമുണ്ട്. KSRTC പോലുള്ള ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ഒരു കാര്യമാണ് മനസ്സിലായി. കമ്പനി ബോർഡ് 2 വിജ്ഞാപനത്തിൽ 2 കാറ്റഗറി നമ്പർ സെൻഡ് ചെയ്യണം. ഒന്നാമത്തെ കാറ്റഗറി നമ്പർ കമ്പനി ബോർഡ് KSFE, KCB ഒക്കെയാണ്. അപ്പൊ അതില് രണ്ടാമത്തത് 383/2025 KSRTC അടങ്ങിയ കുറച്ച് ഓർഗനൈസേഷൻസ്. എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ഓർഗനൈസേഷൻസ് തമ്മിൽ ശമ്പളത്തിന്റെ വ്യത്യാസമാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 50,000 സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തത് ഒരു 30 അടുപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെ 5 പോസ്റ്റ്. അപ്പൊ ഈ 5 നിലവിൽ ആക്റ്റീവ് ആണ്. അതായത് ആദ്യം 3 നിങ്ങൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ 5ാമത്തെ ഈ വരുന്ന നവംബർ 18 ലാസ്റ്റ് ഡേറ്റ് ആണ്. അയച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇനി 6ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം. മുകളിലേക്ക് നോക്കിയേ. ഇനി വരുന്നതാ നോക്കൂ, നവംബർ മാസം നമ്മൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെ. മുകളിലേക്ക് നോക്കുക, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. 6ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി വിജ്ഞാപനം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് നോക്കിയേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുമെന്ന് കൺഫേം ആണ്. ഈ നോക്കൂ, ഈ നവംബർ 2nd വീക്കിൽ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനം 6ആയിട്ടുണ്ടോ? റൈറ്റ്. നെക്സ്റ്റ് മുന്നോട്ട് പോകുന്നു. അടുത്ത 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കാത്തിരിക്കുന്ന 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനമാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. മറന്നു പോകല്ലേ? 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് ബറ്റാലിയൻ. അതായത് 2ആയിട്ടാണ് വിളിക്കുന്നത്. ഒന്ന് ആംഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ക്യാമ്പിലേക്കുള്ള SI. 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തന്നെയാണ്, സ്റ്റേഷൻ SI ആണ് അല്ലേ? സ്റ്റേഷൻ SI കിട്ടിയായിരുന്നോ? 8ആയിട്ടുണ്ടോ? 9ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം ജൂനിയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ.
തീർച്ചയായിട്ടും അതും വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം റാങ്ക് ലിസ്റ്റിന്റെ ഏകദേശം വന്ന് 1 വർഷമായി വരികയാണ്. 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജൂനിയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ എന്നൊരു പോസ്റ്റ് ഉണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. നമ്മുടെ അതിന്റെ ശമ്പളം 43 ബേസ് വരുന്നത്. അതായത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ശമ്പളവും 43 ബേസ് ആണ്. ആ 43 ബേസ് വരുന്ന ജൂനിയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ. പിന്നെ ഉള്ളത് 10ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. നോക്കണേ, ജയിൽ സൂപ്രണ്ട്. നോക്കൂ, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് പോസ്റ്റ് അല്ലേ, 3 വർഷം ലിസ്റ്റിന് കാലാവധി. അതൊക്കെ എല്ലാവരും മറന്നിരിക്കുന്ന പോസ്റ്റാണ്. എന്നാൽ ഓർത്തേക്കണേ, ആ നോട്ടിഫിക്കേഷനും തീർച്ചയായിട്ടും എത്തിയിരിക്കും. ജയിൽ സൂപ്രണ്ടാണ് നമുക്കറിയാം. അപ്പൊ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ വിജ്ഞാപനവും ഈ വരുന്ന ഡിസംബറിൽ പ്രതീക്ഷിക്കാം. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് എന്ന് പറയുമ്പോൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഫിസിക്കൽ ഉണ്ട്. പ്രിലിംസും മെയിൻസും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഏജ് ലിമിറ്റ് 36 ആണ്. കാരണം നോർമലി നമുക്ക് പോഴ്സുകൾക്ക് 36 വരുന്ന റയർ കേസാണ്. റയർ കേസാണ്. പോഴ്സുകൾക്ക് 36 വരുന്ന റയർ കേസാണ്. അങ്ങനെ വരാറില്ല. പക്ഷെ ജയിലിന്റെ കേസിൽ, ഇപ്പൊ പ്രസിഡൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്നറിയപ്പെടുന്ന ജയിലിന്റെ കേസിൽ അതിപ്പം അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വിജ്ഞാപനം വിളിച്ചിട്ടുണ്ട്, APO. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയിൽ. അപ്പോൾ APOന്റെ കേസിലും ബാക്കിയുള്ള അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന് പ്രധാനമായിട്ടും ജയിലിൽ വിളിക്കുന്ന 2 പോസ്റ്റ്. ഈ 2 പോസ്റ്റുകൾക്ക് ഉൾപ്പെടെ ജയിലിൽ ജയിൽ സർവീസിലേക്ക് വിളിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഏജ് ലിമിറ്റ് 36 ആണ്. ജനറൽ 36, OBC 39 ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും എക്സൈസ് ഒക്കെ വരുമ്പോൾ ജനറൽ 31, OBC 34 വരെ പോകാറുള്ളൂ. ഇവിടെ OBCക്ക് 39 വരെ പോകാറുണ്ട്. അപ്പോൾ ജനറൽ 36. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, റാങ്ക് ലിസ്റ്റ് 3 വർഷം. നമ്മള് സാധാരണ ഫോഴ്സുകൾക്ക് അങ്ങനെ 3 വർഷം വരാറില്ല, അറിയാലോ. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും എക്സൈസുമാണ് പ്രധാനപ്പെട്ട മറ്റുള്ള ഇതിന് സമാന്തരമായി നിൽക്കുന്ന 2 സ്റ്റാർ ആണ്. അതായത് ജയിലിൽ SI ആണ്, 2 സ്റ്റാർ ആണ്. അപ്പൊ അതിന് ശരിക്കും 2 സ്റ്റാർ പോസ്റ്റുകൾക്ക് സാധാരണ 1 വർഷമാണ് റാങ്ക് ലിസ്റ്റുകൾ കാലാവധി വരാറ്. പക്ഷെ ഇവിടെ മാത്രം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. ഓക്കെ അല്ലേ? 10 ആയിട്ടുണ്ടോ? 10 ആയിട്ടുണ്ട്. 11ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് നോക്കണേ, അസിസ്റ്റന്റ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിലേക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന നാഷണൽ സേവിങ്സ് വകുപ്പിലേക്ക് അല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് സെക്ഷനിലേക്ക്, നാഷണൽ സേവിങ്സ് ബാങ്ക് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന നാഷണൽ സേവിങ്സ് ബാങ്കിലേക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 55,100 ആണ് ശമ്പളം. മറന്നുപോലെ ഈ 11 പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന പോസ്റ്റാണ്. മാത്രമല്ല ഗസറ്റ് പോസ്റ്റാണ്. ഗസറ്റ് പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന പോസ്റ്റാണ്. മാത്രമല്ല ഗസറ്റ് വിജ്ഞാപനമാണ്. ഗസറ്റഡ് റാങ്കാണ്. ക്ലിയർ അല്ലേ? ഗസറ്റഡ് റാങ്കാണ്, മറക്കല്ലേ. അപ്പൊ നമുക്കറിയാം, ഇപ്പം LSTSന്റെ പോസ്റ്റ് വിളിച്ചിരുന്നു. അപ്പൊ LSTSന് ഗസറ്റഡ് റാങ്ക് ആണെങ്കിലും അതിന്റെ ഒരു എന്താ പറയാ, കൃത്യമായിട്ട് സാലറി സ്കെയിൽ പറയുകയാണെങ്കിൽ 51 ആയിരുന്നു. ശരിക്കും 51,400 അടുപ്പിച്ചിട്ടായിരുന്നു നമ്മുടെ LSTSന്റെ ശമ്പളം. എന്നാൽ അതിനെക്കാട്ടി 4,200 അടുപ്പിച്ച് കൂടുതലാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന് 3 വർഷം, 4 വർഷം, ഒരു 3-4 വർഷം കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടുകയും ആ പ്രൊമോഷൻ DD എന്ന പോസ്റ്റിലേക്ക് പോകും. മറന്നുപോലെ 4 വർഷം കഴിഞ്ഞാൽ ഇതിനൊരു പ്രൊമോഷൻ സാധ്യതയുണ്ട്. അത് പോകുന്നത് DD എന്ന പോസ്റ്റ്. എന്താ DD? ഡെപ്യൂട്ടി ഡയറക്ടർ. ഒരു ജില്ലയിൽ ഒരേ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഓഫീസറാണ്. മാത്രമല്ല ഈ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുമ്പോൾ റാങ്ക് KS ആയി. KSന്റെ റാങ്ക് സ്കെയിലോട്ട് നിങ്ങൾ മാറി. നമുക്കറിയാം, നിലവിൽ ഈ നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഒഴിവ്, അതായത് അസിസ്റ്റന്റ് DD ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വരുന്ന ഒരു ഒഴിവ് KSലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കൺഫേം ആണ്, KSന് ഈക്വൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഇവിടുന്ന് 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊമോഷൻ കിട്ടി DD എന്ന പോസ്റ്റിലേക്ക് പോകുമ്പോൾ അത് ഒരു ജില്ലയിൽ ഒരാളാണ് ഉള്ളത്. ഓക്കെ അല്ലേ? 3 മുതൽ 4 വർഷം വരെയാണ് പ്രൊമോഷന്റെ സമയം സാധാരണ വരാറ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 11 വിജ്ഞാപനങ്ങളാണ് അടുത്ത 2026 ഡിഗ്രി ഫിലിംസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, മാക്സിമം. ഇതിനപ്പുറം ഒരു ഡിഗ്രി നോട്ടിഫിക്കേഷൻസ് കേരളത്തിൽ വിളിക്കാനില്ല. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി ഫിലിംസിന്റെ പരീക്ഷയാണ് ഈ വരുന്ന 2026 നടക്കാൻ പോകുന്നത്. മറക്കല്ലേ? ഒന്നുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞേക്കുന്നത് 17 ബാർ 2025 SPCID CPO സാലറി സ്കെയിൽ നിങ്ങൾ അയച്ചിട്ടുണ്ട്. 187 ബാർ 2025 എക്സൈസ് ഇൻസ്പെക്ടർ നിങ്ങൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്.
ക്യാറ്റ് ഓൾറെഡി സെൻഡ് ചെയ്തു, പ്രിപ്പറേഷൻ ആരംഭിച്ചു ക്യാറ്റ് അസിസ്റ്റന്റ്. പിന്നെ ഉള്ളത് കമ്പനി ബോർഡ് 352, 383 കാറ്റഗറി നമ്പറിൽ അയച്ചു. 6 തൊട്ട് ഈ 6ാമത്തെ പോസ്റ്റ് തൊട്ട് 12 വരെ, അതായത് 5 ഓൾറെഡി നമ്മൾ അയച്ചു. 6 നമ്പർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ 6 തൊട്ട് 11 വരെ, 6 തൊട്ട് 11 വരെ ഈ നവംബർ ഡിസംബർ ആയിട്ട്, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് കംപ്ലീറ്റ് അങ്ങ് വിളിച്ചേക്കുകയും കംപ്ലീറ്റ് കൺഫേം ആണ്, നോ ചേഞ്ച്. അപ്പോൾ ഇനി പറയട്ടെ, ഈ 11 പോസ്റ്റുകൾക്ക് ചേർത്ത് ഒരു പ്രിലിംസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 11 പോസ്റ്റുകൾക്ക് ചേർത്ത് ഒരു പ്രിലിംസുകൾ നടത്തുകയും ശേഷം ചെയ്യുന്ന എന്താണ്, മെയിൻസിനെ സെപ്പറേറ്റ് ആക്കും. അപ്പോൾ മെയിൻസിനെ സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം നടത്തിയ പോലെ തന്നെ SPCADക്ക് സെപ്പറേറ്റ് ഒരു മെയിൻസ് ഉണ്ടാകും. എക്സൈസ് ഇൻസ്പെക്ടറിന് സെപ്പറേറ്റ് സ്പെഷ്യൽ ടോപ്പിക് അടങ്ങിയ ഒരു മെയിൻസ് ഉണ്ടാകും. കാരണം SBCADക്ക് മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല, കഴിഞ്ഞ വർഷവും ഇല്ലായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടറിന് കഴിഞ്ഞ വർഷം 20 മാർക്കിന് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്, ഈ പ്രാവശ്യം അങ്ങനെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാറ്റ് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് മെയിൻസിൽ, അതും സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും. ഇനി കമ്പനി ബോർഡിന്റെ 4 വച്ചു, അതായത് 382, 383 ഒരു കോമൺ മെയിൻസ് ആയിരിക്കും. 382/2025, 383/2025 ഒരു കോമൺ മെയിൻസ് ആയിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും, കാരണം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന പോസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുമുണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസിന് പ്രത്യേകം സിലബസ്, സ്പെഷ്യൽ ടോപ്പിക് അടങ്ങിയ മെയിൻസിന്റെ സിലബസ് നമ്മുടെ മിന്റ് PSCന്റെ യൂട്യൂബ് ചാനൽ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. പ്ലേലിസ്റ്റിൽ കൃത്യമായി ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസുകൾ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. അത് സബ് ഇൻസ്പെക്ടർ ഓഫ് ഫാമിലി, ഇത് കോമൺ മെയിൻസ് ആയിരിക്കും. അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് ഫാമിലി ബറ്റാലിയനും സ്റ്റേഷനും കൂടെ ചേർത്തിട്ട് ഒരു കോമൺ മെയിൻസ് ആയിരിക്കും. പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ സെപ്പറേറ്റ് മെയിൻസ്. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, 20 മാർക്ക് സെപ്പറേറ്റ് മെയിൻസ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ബാങ്ക് സെപ്പറേറ്റ് മെയിൻസ്, സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ഒരു 11 ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള വിജ്ഞാപനങ്ങളെ ചേർത്ത് ഒരു പ്രിലിംസുകൾ നടത്തുകയും മെയിൻസിനെ സെപ്പറേറ്റ് ആക്കി ഓരോ പോസ്റ്റുകൾക്കും ഓരോ മെയിൻസ് വെക്കാനാണ് സാധ്യത. ഞാൻ ഓരോ പോസ്റ്റിനും ഓരോ മെയിൻസ് എന്ന് പറയുമ്പോൾ 11 മെയിൻസ് കാണൂല കേട്ടോ. ഒരു 7 മെയിൻസ്, 2-3 പോസ്റ്റ് മെർജ് ചെയ്യുന്നത്. ഒരു 7 അല്ലെങ്കിൽ 8 മെയിൻസിലേക്ക് വരുമ്പോൾ 7 അല്ലെങ്കിൽ 8 പോസ്റ്റുകൾക്ക് മെയിൻസ് ഉണ്ടാകും. ഓക്കെ അല്ലേ? കാരണം ഇതിൽ മെർജ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ കമ്പനി ബോർഡിന്റെ 1 ഉം 2 രണ്ടും ഒറ്റ മെയിൻസ് ആയിരിക്കും. SI 1 ഉം 2 ഒരു മെയിൻസ് ആയിരിക്കും. ബാക്കിയെല്ലാം സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും. ഓക്കെ, കാരണം മെയിൻസിന് കോമൺ സിലബസ് വരുന്ന കുറെ പോസ്റ്റുകൾ കമ്പനി ബോർഡ് KSRB, ACB, KSRTC ഒക്കെ ഒരു മെയിൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ശ്രദ്ധിക്കണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി പ്രിലിംസ് ആണ് നടക്കാൻ പോകുന്നത്. എന്ത് വില കൊടുത്തും നിങ്ങൾ ഈ പരീക്ഷ കയറിയിരിക്കണം, മറക്കല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും, നോട്ടിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, മെഡിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻ, പുതിയ സിലബസ് ഉണ്ടെങ്കിൽ അങ്ങനെ സിലബസ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നിലവിൽ നമ്മുടെ മിന്റ് PSC എന്ന യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. കൃത്യമായിട്ട് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ നോക്കൂ. ഈ ഒരു അടുത്ത ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ബാച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാച്ചുകൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ ഉണ്ടോ? ഉണ്ട്. പ്രിലിംസ് മെയിൻസ് ബാച്ച് ഉണ്ടോ? ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച്. നമുക്കറിയാം നിലവിൽ നമുക്ക് ആക്റ്റീവായി അഡ്മിഷൻ നടക്കുന്ന ഒരു ബാച്ചാണ്. മുകളിലേക്ക് നോക്കണേ, ക്യാറ്റ് അസിസ്റ്റന്റ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ ബാച്ചുകൾ നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ക്ലാസ് തുടങ്ങി. 20% ഓഫ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേരള ഓൺലൈൻ ക്ലാസ്. അതായത് ലോ ഉൾപ്പെടെ PCM ബാച്ചാണ്, പ്രിലിംസ് മെയിൻസ് ബാച്ചാണ്. ക്യാറ്റിന് കഴിഞ്ഞ വർഷത്തെ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള ലോ ഉൾപ്പെടുന്ന ക്യാറ്റിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. എക്സൈസ് ഇൻസ്പെക്ടർ ബാച്ച് ഉണ്ട്, SBCAD ഉണ്ട്, കമ്പനി ബോർഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്. ബാക്കിയുള്ള ബാച്ചുകൾ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകും. അത് വരും, നമുക്ക് കൃത്യമായിട്ട് അറിയിക്കാം. അപ്പൊ ബാച്ചിന്റെ ഡീറ്റെയിൽസ്, സ്റ്റഡി പ്ലാൻ, നോട്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അറിയാനായിട്ട്, അഡ്മിഷൻ എടുക്കാനുമായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്.
നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൃത്യമായിട്ട് കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഫോം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ബാച്ചിനെ പറ്റിയോ ക്ലാസ്സിനെ പറ്റിയോ നോട്ടിനെ പറ്റിയോ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിനെ പറ്റിയോ സിലബസിനെ പറ്റിയോ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കൃത്യമായ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ പറയാം. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൃത്യമായ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് വരികയാണെങ്കിൽ ബാച്ച് ഉൾപ്പെടെയുള്ള സിലബസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായി ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുത്ത് ബാക്കി വരും ദിവസങ്ങളിൽ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.